മഞ്ജുഷ, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് പൊളിറ്റിക്കൽ പ്ലോയി എന്ന നിലയ്ക്കാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതായത് ഈ സർക്കാരിന് ആത്യന്തികമായിട്ട് ഈ ഒരു ബില്ലിനോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അവരുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുക. തെക്കേ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വഴി മാത്രം അധികാരം നിലനിർത്തുക എന്ന് പറയുന്ന വളരെ സിമ്പിളായ ഒരു തത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത് 50% മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ ഈ 2011 സെൻസസിനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം കേരളത്തിലെ 20-30 ആകുന്നു, തമിഴ്നാട്ടിലെ 39-59 ആകുന്നു. അപ്പൊ ആ നിലയ്ക്ക് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ 2011 സെൻസസിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളിലും 50% വീതം കൂട്ടുന്നു. അല്ല, അപ്പോൾ നഷ്ടവും ഉണ്ടാവുന്നില്ലല്ലോ, ആർക്കും രാഷ്ട്രീയ ലാഭവും ഉണ്ടാവുന്നില്ല, കോട്ടവും ഉണ്ടാവുന്നില്ല. പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ കാര്യമാണ്, കോട്ടവും ഉണ്ടാവുന്നില്ല, നേട്ടവും ഉണ്ടാവുന്നില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്ത് 2011 സെൻസസിനെ കുറിച്ച് അവർ കണ്ടിന്യൂസ്ലി പറയുന്നുണ്ട്. അത് എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പൊ അതിനർത്ഥം ഇതിനകത്ത് ഇനി വേറൊരു ചതി ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞ പോലെ ജനസംഖ്യാനുപാതികമായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതെങ്കിൽ കേരളത്തിന് ഇപ്പോഴുള്ള 20 സീറ്റിൽ നിന്നും 15 സീറ്റായിട്ട് കുറയും. ഓക്കെ, ഇവർ ഈ പറയുന്ന അപ്പൊ ഗവൺമെന്റ് പറയുന്ന അടുത്ത സാധനം ഒരു സംസ്ഥാനത്തിന് സീറ്റ് കുറയില്ല. അതും കറക്റ്റാണ്. കാരണം ഈ 15ന്റെ കൂടെ അവരതിന്റെ കൂടെ അതിന്റെ 50% 7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 22 ആവും. നേരത്തെ പറഞ്ഞതുപോലെ 20-ൽ നിന്ന് 22 മാറും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ സിബി, അങ്ങനെ ഇല്ലല്ലോ. നിലവിലെ 50% അപ്പോൾ 20ന്റെ 50% 10 മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് രണ്ട് വളരെ തലതിരിഞ്ഞ അല്ലെങ്കിൽ വളരെ ഒപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് എന്ന് പറയുന്ന 50% എല്ലാ സ്റ്റേറ്റിലും കൂട്ടുമെന്ന് പറയുന്നു. അതേസമയം തന്നെ 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എല്ലാ സംസ്ഥാനത്തിലും 50% വീതം കൂട്ടുകയാണെങ്കിൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ ഒരു പ്രക്രിയയാണ്. അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. കേരളത്തിൽ 20-30 ആകുന്നു. പക്ഷെ ഇതിനകത്ത് 2011 സെൻസസ് വരുമ്പോൾ വീണ്ടും പിക്ചർ മാറുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ചതി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബില്ലിൽ 50% ഫോർമുല പറഞ്ഞിട്ടുമില്ല. ബില്ല് താങ്കൾ വായിച്ചു. അപ്പൊ ഇതിനകത്തൊരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ചതിയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കേരളത്തിലെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ പോകുന്നതെങ്കിൽ വിത്തിൻ ഈ 850 സീറ്റിന്റെ അളവിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ കേരളത്തിലെ ഇപ്പോഴുള്ള 20 സീറ്റുകൾ ജനസംഖ്യാനുപാതികമായിട്ട് 2011 സെൻസസിലെ കണക്ക് വെച്ചിട്ട് ഡീലിമിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 15 സീറ്റുകളായിട്ട് കുറയും. പക്ഷേ അവർ രണ്ടാമത് പറഞ്ഞാൽ എന്താ, ഒരു സംസ്ഥാനത്തിന് നഷ്ടം വരില്ല. കാരണം 50% ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ സീറ്റിന്റെ എണ്ണം 22 ആകും.